കണ്ണൂർ നഗരത്തിൽ പ്രസ് ക്ലബ് റോഡിലെ 7 കടകളിൽ പരക്കെ മോഷണം. ബുധനാഴ്ച അർദ്ധരാത്രിയാണ് മഴക്കള്ളൻ കടകളുടെ മേൽക്കൂരയിലെ ഷീറ്റ് പൊളിച്ചും പൂട്ട് തകർത്തും അകത്ത് കയറിയത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വാച്ച്, റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ, ബാഗ്, പച്ചക്കറി, മൊബൈൽ തുടങ്ങിയവ വിൽപ്പന നടത്തുന്ന കടകളിലാണ് കവർച്ച നടത്തിയത്. ജനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാച്ച് കടയിൽ മേശവലിപ്പിലുണ്ടായിരുന്ന 3000 രൂപയും 8 വാച്ചുകളും, നവാസിന്റെ താജ് മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇയർഫോൺ, ചാർജർ, അനസ് കക്കാടിന്റെ ബാഗ് കടയിൽ നിന്ന് 2000 രൂപയും, ദീപ സ്റ്റോറിൽ നിന്ന് കത്തിവാളും മറ്റുപകരണങ്ങളും 5000 രൂപയും കവർന്നു. നാസർ കക്കാട് എന്നയാളുടെ തുണിക്കടയുടെ പൂട്ടുപൊളിച്ച് കയറിയെങ്കിലും ഒന്നും നഷ്ടമായിട്ടില്ല. തൊട്ടടുത്ത രതീശന്റെ പച്ചക്കറിക്കടയിലും കള്ളൻ കയറി. ഫുട് ഓവർ ബ്രിഡ്ജ് റോഡിലെ കൂത്തുപറമ്പ് സ്വദേശി സമീറിന്റെ റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് പാൻസ്, ഷർട്ട് എന്നിവയും 500 രൂപയും മോഷണം പോയി. കടകള് ഓപ്പൺ ആക്കാൻ വരുമ്പോഴാണ് ഈ സംഭവം മനസ്സിലാവുന്നത്. തുറന്ന് നോക്കിയതിന് ശേഷമാണ് സീലിംഗ് ഉൾപ്പെടെ മേൽക്കൂര പൊളിച്ചതായിട്ട് കാണപ്പെടുന്നത്. എന്തെല്ലാം നഷ്ടങ്ങളുണ്ടായിട്ടുള്ളത്? നഷ്ടങ്ങളുണ്ടായത് പ്രധാനമായിട്ടും ഈ മഴക്കാലത്ത് മേൽക്കൂര പൊളിക്കുക, അതുമാതിരി സീലിംഗ് തകർക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു വിഷമസ്ഥിതിയിലാണ് വ്യാപാരികളുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, കാരണം എന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്യുന്ന സാമ്പത്തിക ബാധ്യത, അതുപോലെ കടകളിൽ നിന്ന് കളവ് പോയിട്ടുള്ള പൈസയുടെ കണക്കുകൾ, വാച്ചുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കളവ് പോയിട്ടുണ്ട്. ഇതെല്ലാം വളരെ എഗ്രിമെൻ്റ് രേഖകൾ, പല വിധത്തിലായ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഓരോ കടകളും ഷെൽഫെല്ലാം ചവിട്ടി താഴെയിട്ട നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഒരാളാണോ അതോ ഒരുപാട് ആളുകളുണ്ടോ? ഒരാളാണെന്നുള്ള സൂചനയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ അതേ മോഷാവ് തന്നെയാണ് ഇപ്പോഴും നടത്തിയിട്ടുള്ളതാണ് അഭിപ്രായമുണ്ട്. കഴിഞ്ഞ വർഷമാണോ? കഴിഞ്ഞ 2 മാസം മുമ്പ് ഇതേ അവസ്ഥയിൽ ഈ റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ എല്ലാം അടുത്തായിട്ടും ഇവിടെ മോഷണം. അതെ, എല്ലാം നമ്മുടെ മൂക്കിൻ താഴെ എന്നുള്ള ഒരു നിലയിലാണ് വരുന്നത്. കാരണം പഴയ ബസ് സ്റ്റാൻഡിലും പ്രസ് ക്ലബ് റോഡിലും സാമൂഹിക വിരുദ്ധരുടെ ഒരു അഴിഞ്ഞാട്ടം നടക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് മുൻപൊക്കെ നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കിയതിൻ്റെ പേരിൽ ഇതെല്ലാം കുറച്ച് ഒരു മാറ്റം വന്നതാണ്. ഇപ്പോൾ നൈറ്റ് പെട്രോളിംഗ് അതിശക്തമായിട്ട് ഊർജിതമാക്കണമെന്നാണ് വ്യാപാരി വ്യവസായ സമിതി എന്നവരെ പറയാം. 2 മാസം മുന്നേ ഇതാക്കിയ ആ ഷോപ്പിൽ നിന്ന് കുറച്ച് ക്യാഷ് കിട്ടിയിരുന്നു. അതേ കള്ളം തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ അത് വീണ്ടും അത് ലക്ഷ്യമാക്കിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.